Hello, hi, welcome back to Learning. A representation of signed numbers, അതേപോലെ ഫിക്സഡ് പോയിന്റ് നമ്പർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം. ഓക്കെ, റെപ്രസെന്റേഷൻ ഓഫ് സൈൻഡ് നമ്പേഴ്സ്. സോ സൈൻഡ് നമ്പേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഈ കമ്പ്യൂട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസും അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസും റെപ്രസെന്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അതേസമയം സൈൻഡ് നമ്പേഴ്സിൽ നമ്മൾ ഒരു സൈൻ ബിറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ആ സൈൻ ബിറ്റ് ആണ് ആ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈൻഡ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. അടുത്തത് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്, പിന്നെ ഒരു എക്സസ് കെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ സൈൻഡ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, സോ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇതില് നമുക്ക് നമ്മൾ ബിറ്റ്സ് വെച്ചിട്ടാണല്ലേ ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്, ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അതിന്റെ സൈൻ ബിറ്റ് ആണ്. അത് 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ്, 1 ആണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ്. ക്ലിയർ? ബാക്കി വരുന്ന ബിറ്റ്സ് ആ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സി ഹിയർ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതിൽ 8 ബിറ്റ്സ് ഉണ്ട്. അപ്പൊ +5 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, -5 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. അപ്പൊ +5 നമ്മൾ ബൈനറിയിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഈ പാർട്ട് എന്ന് പറയുന്നത് 5നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ, ഇതിന്റെ വാല്യൂ 1, അതുപോലെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് 2^0, 2^1, 2^2, 4 + 1 5. 5നെ റെപ്രസെന്റ് ചെയ്യും. അത് -5 ആണെങ്കിലും ആ വാല്യൂ എന്ന് പറയുന്നത് 5നെ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ എന്താ പറഞ്ഞ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് കണ്ടില്ലേ, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അത് 0 ആണെങ്കിൽ +5, 1 ആണെങ്കിൽ -5. ബാക്കി റിമൈനിങ് ബിറ്റ്സ് അത് ആ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്തു. ഇപ്പൊ 5 ആണെങ്കിൽ 5നനുസരിച്ച് ബൈനറി എഴുതാം. അപ്പൊ 10 ആണെങ്കിൽ അത്, 12 ആണെങ്കിൽ അത്, ഏത് വാല്യൂ ആണോ അതിനനുസരിച്ച് റെപ്രസെന്റ് ചെയ്യാം. അതാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. ആ പേര് പോലെ തന്നെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് വൺ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ്. ഇത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ അങ്ങനെ ഫസ്റ്റത്തേൽ കണ്ടതുപോലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ അങ്ങനെ പ്രത്യേകിച്ച് റെപ്രസെന്റേഷൻ ഒന്നുമില്ല. നമ്മൾ ഉള്ള ബിറ്റ്സിനെ നമ്പറിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളിപ്പോ +5നെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു അതിന്റെ ഒരു ഇൻവേർട്ടഡ് വേർഷൻ ആയിരിക്കും അതിന്റെ നെഗറ്റീവ് നമ്പർ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പൊ നമ്മള് ബൈനറി ഓഫ് +5 എന്നുള്ളത് നമ്മൾ 0 0 0 0 0 1 0 1 എന്ന് എഴുതി എന്ന് വിചാരിക്കാം. -5 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ +5ന്റെ എന്താണോ എഴുതിയത് അതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുന്നത്. അതായത് 1 1 1 1 1 0 1 0, അതാണ് -5 വരെ. ഈസി നെഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 എന്ന് പറയുന്നതിന് നമുക്ക് 2 റെപ്രസെന്റേഷൻ, അതായത് ഒരു +0 -0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ വരും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ 2 രീതിയിൽ ഇത് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. 0 ഈസിയാണ്, കാരണം എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് ചെയ്യാം. പോസിറ്റീവ് നമ്പർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു അതിലെല്ലാം ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആയി. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു 0നെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു കേസ് വരും. ഇവിടുത്തെ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവ് കൗണ്ടർ പാർട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് ആണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. അത് കമ്പ്യൂട്ടിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് നമ്പറിന്റെ ബിറ്റ്സിനെ ഇൻവേർട്ട് ചെയ്തിട്ട് 1 ആഡ് ചെയ്തിട്ടാണ് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ 0ന് നമ്മൾ +0 -0 എന്ന് പറഞ്ഞില്ലേ, ആ ഇഷ്യൂ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമ്മളിപ്പോ ബൈനറി ഓഫ് +5 നമ്മൾ ഇങ്ങനെ എഴുതി. ബൈനറി ഓഫ് -5 നമ്മൾ എങ്ങനെ എഴുതാം? എല്ലാ ബിറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻവേർട്ട് ചെയ്യണം. ഓക്കെ, +5 എഴുതി എല്ലാത്തിനെയും ആദ്യം ഇൻവേർട്ട് ചെയ്യുക.
അതിനുശേഷം അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. സി ഹിയർ ഇപ്പോ 0 0 0 0 0 1 0 1 അതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ 1 1 1 1 1 0 1 0 എന്ന് കിട്ടും. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആഡ് ചെയ്യുമ്പോൾ we will get 1 1 1 1 1 0 1 1. That is -5. Okay, that is 2's complement method. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെപ്രസെന്റേഷൻ XSK റെപ്രസെന്റേഷൻ ആണ്. XSK റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫിക്സഡ് പോയിന്റ് നമ്പർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്താണെന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കിലാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു K വെച്ച് ബയസ് ചെയ്തിട്ടാണ് ആക്ച്വൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഇപ്പോ ഇവിടെ XSK റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ K എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇപ്പൊ XS7 നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബൈനറി 4 + 5 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ എന്താ 5 ആണ്. ബയസ് ചെയ്യുന്നത് 7 വെച്ചിട്ടാണ്. അപ്പോ ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 + 5 ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് ആക്ച്വൽ വാല്യൂ 12 ആയിട്ടായിരിക്കും വരുന്നത്. മനസ്സിലായോ? അതായത് 2⁻0 2⁻1 2⁻2 2⁻3. ഓക്കെ, അപ്പൊ ആ ആക്ച്വൽ വാല്യൂ എന്തായിരിക്കും വരിക 12 ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ബൈനറി ഓഫ് -5 ആക്ച്വൽ വാല്യൂ -5 ആണ്, ബയസ് 7 ആണ്. അപ്പൊ എന്തായിരിക്കും ആ വാല്യൂ 2 ആയിട്ട് വരും. ഈ ബൈനറിയുടെ വാല്യൂ ഏതാന്നുള്ളത് അറിയാലോ അല്ലെ? ഇത് 2⁻0 ആണ്, അതായത് 1. ഇത് 2⁻1 വരും, അതായത് 2 വരും വാല്യൂ. ഇത് 2⁻2 വരും, അതായത് 4 വരും വാല്യൂ. ഇത് 2⁻3 ആണ്, അതായത് 8 വരും വാല്യൂ. അപ്പോ 8 + 4 ആണ് നമുക്ക് ഇവിടെ 12 വന്നത്, അതായത് 5 + 7 എന്നുള്ള രീതിയിൽ. അതേപോലെ ഇവിടെ നമുക്ക് വരുമ്പോ ഇവിടെ -5ഉം 7ഉം കൂടെ വരുമ്പോ ആ വാല്യൂ എന്തായിട്ട് മാറും 2 ആയിട്ട് മാറും. അതായത് ഒരു ബയസ് വെച്ചിട്ട് നമ്മൾ ആ വാല്യൂസിനെ ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്ന ഒരു മെത്തേഡ് ആണ് XSK റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൈൻ്റെ നമ്പേഴ്സിന്റെ 4 ആദ്യം സൈൻ മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്, XSK റെപ്രസെന്റേഷൻ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫിക്സഡ് പോയിന്റ് നമ്പറും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും എന്താന്ന് നോക്കാം. അപ്പൊ ഫിക്സഡ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതായത് ഇവിടെ നമുക്ക് ഇന്റിജർ പാർട്ടിന് കുറച്ച് ബിറ്റ്സ് ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടാവും, ഫ്രാക്ഷണൽ പാർട്സിനും ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടാവും. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൽ നമുക്ക് ഇന്റിജർ പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും. ഇന്റിജർ പാർട്ട് ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും, ഫ്രാക്ഷണൽ പാർട്ട് ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യും. അതിലിപ്പോ നമുക്ക് 16 ബിറ്റ് ഫിക്സഡ് പോയിന്റ് റെപ്രസെന്റേഷൻ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് 8 ബിറ്റ് വെച്ചിട്ട്. അപ്പൊ നമുക്ക് 8 ബിറ്റ് ഇന്റിജറിനും 8 ബിറ്റ് ഫ്രാക്ഷനും, അതായത് 16 ബിറ്റ് ഫിക്സഡ് പോയിന്റ് റെപ്രസെന്റേഷനിൽ നമ്മൾ 8 ബിറ്റ് ഇന്റിജറിനും 8 ബിറ്റ് ഫ്രാക്ഷനും. അതിൽ തന്നെ നമുക്ക് സൈൻഡ് 1.8 ഫോർമാറ്റ് ഉണ്ട്, അതേപോലെ അൺസൈൻഡ് 0.8 ഫോർമാറ്റ് ഉണ്ട്. 1.8 ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വാല്യൂ -128 to 127.996 വരെ റെപ്രസെന്റ് ചെയ്യാം. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 0 to 255.996 വരെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അതിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഒരു Q ഫോർമാറ്റ് എന്ന് പറയും. അതായത് Q 8.8 എന്ന് പറഞ്ഞാൽ 8 ഇന്റിജർ ബിറ്റ്സ് 8 ഫ്രാക്ഷണൽ ബിറ്റ്സ്. 16.6 എന്ന് പറഞ്ഞാൽ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഇന്റിജർ ബിറ്റ് 16 ഫ്രാക്ഷണൽ ബിറ്റ്. 1.15 എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ബിറ്റ് 15 ഫ്രാക്ഷണൽ ബിറ്റ്. അത് മെയിൻ ആയിട്ട് DSP കാൽക്കുലേഷനിലൊക്കെയാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിക്സഡ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ. ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എന്താ പറയാ സ്റ്റോർ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ നമ്പറുകളെയും വളരെ വലിയ നമ്പറുകളെയും ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കീ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സൈൻ ബിറ്റ് ഉണ്ടാവും, ഒരു എക്സ്പോണന്റ് ഉണ്ടാവും, ഒരു മാൻഡിസ പാർട്ട് ഉണ്ടാവും. സൈൻ ബിറ്റ് എന്ന് പറയുന്നത് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഡിറ്റർമൈൻ ചെയ്യാനാണ്. എക്സ്പോണന്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it represent the power to which the base, നമുക്ക് ബേസ് ഏതിലേക്കാണ് റൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈനറി ആണെങ്കിൽ 2 അങ്ങനെ ഉള്ളതാണ് എക്സ്പോണന്റ് പാർട്ട്. ആൻഡ് മാൻഡിസ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സും ആണ് ഉണ്ടാവുക. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ്സ് IEEE 754 സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ പ്രിസിഷൻ 32 ബിറ്റിന്റെ, ഡബിൾ പ്രിസിഷൻ 64 ബിറ്റിന്റെ. സിംഗിൾ പ്രിസിഷൻ 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് സൈന്, 8 ബിറ്റ് എക്സ്പോണന്റ്, 23 ബിറ്റ് മാൻഡിസ പാർട്ട്. ഡബിൾ പ്രിസിഷനിൽ വരുമ്പോൾ 64 ബിറ്റിൽ 1 ബിറ്റ് സൈൻ, 11 ബിറ്റ് എക്സ്പോണന്റ്, 52 ബിറ്റ് മാൻഡിസ പാർട്ട്. ഓക്കെ, അപ്പൊ മെയിൻ അഡ്വാൻറ്റേജ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമ്പറുകളെയും വളരെ വലിയ നമ്പറുകളെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? സോ ദാറ്റ് ഈസ് ഫിക്സഡ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ. താങ്ക് യു.